വിവേകാനന്ദൻ വൈറലാണ്. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്ന ടൈമില് വൈറലായിരുന്നു അല്ലേ, ഭയങ്കര വൈറലായിരുന്നു. അത് സ്വാസികയാണെങ്കിലും ഗ്രേസ് ആന്റണി ആണെങ്കിലും മെറീന ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഒക്കെ വൈറലായിരുന്നു. ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇന്റർവ്യൂകളും വൈറലായിരുന്നു. സിനിമ വൈറലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്നേ പറയാൻ പറ്റൂ. കാരണം യൂഷ്വൽ കമൽ സാർ മൂവീസ്, അതിപ്പോൾ നിറമാണെങ്കിലും ഗദ്ദാമയാണെങ്കിലും സെല്ലുലോയിഡ് ആണെങ്കിലും നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ സിനിമകളും കമൽ സാറിന്റെ എല്ലാ സിനിമകളും, ആ സിനിമകളൊക്കെ വെച്ച് ഈ സിനിമയിലേക്ക് വരുമ്പോ ഇതൊരു എന്താ പറയാ എക്സ്പെരിമെന്റ് അല്ലേ. എക്സ്പെരിമെന്റ് എന്ന് പറയാനും പറ്റൂല, എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സിനിമ. അതെ, അതായത് ഇതിനകത്തൊരു കമൽ സാർ ടച്ച് മേക്കിങ്ങിൽ വന്നിട്ടുണ്ട്. മേക്കിങ്ങിൽ നമുക്ക് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തതും ആ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തതും ഒക്കെ നമുക്കത് ഓക്കെ ഫൈൻ. പക്ഷേ ഇതിൻ്റെ കഥ, ഇതിൽ റൈറ്ററും കമൽ സാർ തന്നെയാണ്. എന്താണോ കോറായിട്ട് ഈ കഥയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അതെനിക്ക് തോന്നുന്നത് എഴുതിയപ്പോഴും സ്ക്രീൻ പ്ലേ ചെയ്ത സമയത്തും അത് ആളുകളിലേക്ക് മൊത്തത്തിൽ കൺവേ ആയി. പക്ഷെ അത് കൺവിൻസിങ് അല്ലാത്തൊരു സാധനം, ഭയങ്കര ക്ലീഷേ കോമഡി ആയിപ്പോയി. അങ്ങനെ പോയി. അതായത് എന്താണോ ഒരു ഉദ്ദേശിച്ചാണെങ്കിലും ഒന്നും കണക്ട് ആവില്ല ആൾക്കാരായിട്ട്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ അത് ഭയങ്കര എന്താ പറയാ ഒരു വൺ ഡയമെൻഷനൽ ആയിട്ട് പോയി. അല്ല, അത് ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെയാണ്. അത് വലിയ ഹെവി സാധനമാണ്. അത് കയ്യിൽ നിന്ന് പോയാൽ ഒരു പോക്ക് അങ്ങോട്ട് പോകും. ആ സിനിമയിൽ അവർ ചെയ്യണ പോലെ തന്നെ അതന്നെ ഇത് ശരി റിയാലിറ്റിയിലും ഉണ്ടായത്. പിന്നെ പെർഫോമൻസുകൾ, ഷൈൻ ടോം ചാക്കോന്റെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഒരു ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്തുള്ള ഒരു പെർഫോമൻസ്. കാരണം ഷൈനോട് നമുക്ക് ശരിക്കും ദേഷ്യം വരും. മാത്രമല്ല ഞാൻ ഫസ്റ്റ് തന്നെ ഷൈൻ ടോമിന് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് എടുക്കാൻ അയാൾ ഓക്കെ ആയതിനും ഞാൻ അയാൾ അപ്രിസിയേഷൻ കൊടുക്കേണ്ട ഒരു സാധനമാണ്. അതായത് അയാൾ റിയൽ ലൈഫിൽ എന്താണോ അതിന്റെ എന്താ പറയാ ഒരു അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ നമ്മളെ മമ്മൂക്ക പടത്തിലും നമുക്ക് ചെയ്ത പോലെ റിയൽ ലൈഫിൽ എന്താണെന്ന് അല്ലാത്ത ഒരാളായിട്ടാണ്, അതുമായിട്ട് തീരെ ബന്ധമില്ലാത്തൊരു സാധനമായിട്ടാണ് ചെയ്തത്. പിന്നെ മാത്രല്ല ഈ ഒരു സിനിമയില് നമ്മൾ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട ഒരു ക്യാരക്ടറാണ് ഷൈൻ ടോം. അത് 100% അടിപൊളിയായിട്ട് ചെയ്തു. വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെറുപ്പിച്ച് കൈ തരാന്നാണ് ഡയറക്ടറിന്റെ റൈറ്ററിന്റെ ആവശ്യം. റൈറ്റർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപടി മുകളിൽ ഷൈൻ ടോം ചെയ്തു. കമൽ സാറാണ് ഡയറക്ടറും റൈറ്ററും. കമൽ സാറിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ നാട്ടുകാർ വെറുക്കണം. അത് വെറുപ്പിച്ച് മൂപ്പര് കൈ തന്നു. ഞങ്ങള് നെഗറ്റീവ് അല്ലാട്ട് പറയുന്നത്, പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇതില് പെർഫോമൻസിൽ ആരും മോശമല്ല. ഇതിൽ ജോണി ആന്റണി നല്ല പെർഫോം ചെയ്തു. ചെറിയ സീനിൽ ചെയ്ത നമ്മളെ മഞ്ജു ചേച്ചിയൊക്കെ വന്ന് തകർത്തു. മഞ്ജു ചേച്ചിക്ക് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മഞ്ജു ചേച്ചി ഭയങ്കര, ഇനി മഞ്ജു ചേച്ചിനെ എത്ര കാലം സ്ക്രീനിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കണ്ടാലും നമുക്ക് വെറുക്കില്ല. കാരണം ഓരോ ക്യാരക്ടറിനും ഓരോ ഡെപ്ത് കൊടുക്കുന്നുണ്ട്. അവര് പൊളിയാണ്. ഒരു പ്രത്യേക എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അവർ സ്ക്രീനിൽ വരുമ്പോൾ. അവര് സിമ്പിൾ ആയിട്ട് അവര് പണ്ടില്ല എന്നെയൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ ക്യാരക്ടേഴ്സ്, ചുമ്മാ വന്നിട്ട് തീയിട്ട് പോകും. അതേപോലെ മഞ്ജു ചേച്ചി ചെറിയ സീന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് അവരുടെ സ്ക്രീൻ പ്രസൻസ് കൃത്യമായി നമ്മളായിട്ട് കണക്ട് ആക്കും. സ്വാസിക നന്നായിട്ട് ചെയ്തു, ഗ്രേസ് ആന്റണി നന്നായിട്ട് ചെയ്തു, എല്ലാവരും ഇതിൽ മെറീന നന്നായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പ്രത്യേകതയിൽ അഭിനയിച്ച ആ ക്യാരക്ടറുകളെല്ലാം അത്യാവശ്യം എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവരും അറിയുന്ന ക്യാരക്ടറുകളാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അവരെല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഇവരുടെ പെർഫോമൻസും അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷനും അല്ല, ഇതിന്റെ കഥ തന്നെയാണ് ഇതിന്റെ വിഷയം. കാരണം ഈ പെർഫോമൻസുകൾക്കൊന്നും ഈ കഥയിലേക്ക് ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാൻ പറ്റിയില്ല. കാരണം മെറീന ചെയ്ത ഒരു ക്യാരക്ടർ, ആ മെറീന നന്നായിട്ട് പെർഫോം ചെയ്ത് പോയി. പക്ഷെ ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നത് എന്തിനാ, ആ ക്യാരക്ടർ എങ്ങനെയാ എൻഡായേ, അതാണ് അതിൽ ഏറ്റവും വലിയ രസം. കൊണ്ടുവന്നിട്ട് അത് എവിടെ എൻഡ് ചെയ്തു, എന്താണത് ഉദ്ദേശിച്ചെന്ന് ഒരു പിടുത്തം. ലാസ്റ്റിലേക്ക് ആ ക്യാരക്ടർ തന്നെ ചോദിക്കുകയാണ്, ഇനിയിപ്പോ എന്റെ ആവശ്യമുണ്ടോ. ആ സിനിമേനെ ട്വിസ്റ്റ് ചോദിക്കുന്ന ആ ക്യാരക്ടറാണ്. പക്ഷെ ക്യാരക്ടർ അവസാനം ആ സിനിമയെ ചോദിക്കുന്ന പോലെ തന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ക്യാരക്ടറിനും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ രീതിയിൽ ആ ക്യാരക്ടർ മാറും. കാരണം മെറീന ഇന്റർവ്യൂസ് പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, ഒരു വ്ളോഗർ ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗർ ക്യാരക്ടർ ഒന്നും കൂടി ഒരു ഡെപ്ത് ആയിട്ടൊക്കെ അല്ലേ. കാരണം ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവരും സോഷ്യൽ മീഡിയയായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ടു നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരു വ്ളോഗറിന്റെ ലൈഫ് എന്താ, ഒരു വ്ളോഗർ എന്താ നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാം. എനിക്കിത് കണ്ടപ്പം റൈറ്റർ ഉദ്ദേശിച്ചത് ഈ വ്ളോഗറെ എന്താ പറയാ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ ഉദ്ദേശിച്ചത് പോലും എനിക്ക് മനസ്സിലായില്ല. കാരണം അയാൾ വ്ളോഗർ ഇതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ അയാൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെയ്യാൻ പോണെന്ന് വെച്ചത്. പിന്നെ നമുക്ക് തന്നെ ഈ എന്ത് കാണിക്കണം എന്നുള്ള തോന്നലിലേക്ക് കൊണ്ടെത്തിച്ചു. ആൻഡ് പിന്നെ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു സാധനം,
സ്ത്രീകളുടെ എന്റെ ദേഹം എന്റേതാണ്, അത് അങ്ങനെ ആ ഒരു സാധനമാണ് മൈ ബോഡീസ് മൈ പ്രൈഡ്, അങ്ങനത്തെ ഒരു സാധനമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. കോമഡിക്ക് കൊണ്ടെത്തിക്കുന്നത് ലാസ്റ്റ് ആയപ്പോ അതൊക്കെ കോമഡി പല ആളുകളെയും കളിയാക്കുന്ന പോലെ ഫീൽ ആയി. വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനം, ഹെവി സാധനം ഒക്കെ കോമഡി എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ജനറലൈസ് ചെയ്ത പോലെ ഷൈൻ ടോം ചാക്കോനെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞപ്പോ മെറീന പറഞ്ഞപ്പോ ഷൈൻ ടോം ചാക്കോക്ക് ഫീൽ ആയ ഒരു കാര്യമുണ്ട്. അതന്നെ എക്സാക്ട്ലി ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്കും തോന്നും മൊത്തം ആണുങ്ങളെയാണോടാ പറഞ്ഞു വെച്ചതെന്ന്. ഇതെല്ലാ ആണുങ്ങൾക്കും എന്തോ പ്രശ്നമുള്ള പോലെയൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ തന്നെ പല വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ ഒരു അടി കിട്ടിയാൽ മാറുന്ന സീനുണ്ട്, ചിലപ്പോൾ ഇതൊരു രോഗമായിരിക്കാം ചികിത്സിക്കാൻ. ഇത് രോഗമാണോ അടി കിട്ടിയാൽ മാറുന്നതാണോ എന്നുള്ളത് പറയുന്നില്ല. ഒറ്റയടിക്ക് ഇങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനത്തെ ആൾക്കാർ വേണ്ട. ഈ രണ്ടും പറയുന്നുണ്ട്. അതാണ് ഒരാളതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു അസുഖമാണ്, ഇത് അങ്ങനെയാണ്. മറ്റേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് നല്ല അടി കൊടുത്താൽ മാറണാണ്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ ഒരു വൺ ഡയമെൻഷണൽ ആയിട്ട് പോയി. അതായത് വുമൺ എംപവർമെന്റും അല്ലെങ്കിൽ വുമൺ സെക്യൂരിറ്റിയും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളും സ്ത്രീകളുടെ ഫ്രീഡം, സംരക്ഷണം, അവരുടെ റൈറ്റ്സ്, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയ ഒരു സംഗതി അത് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ പറയാൻ അങ്ങനെ പറ്റിയുള്ളൂ. അത് അൺഫോർച്ചുനേറ്റ് ആണ്. കമൽ സാറിനെ പോലെ വലിയൊരു ഡയറക്ടർ റൈറ്റർക്ക് അതെങ്ങനെ അങ്ങനെ എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഈ ന്യൂജൻ സാധനങ്ങൾ അല്ലേ, പുതിയ കാലത്തെ സാധനങ്ങൾ അങ്ങോട്ട് കൺവേ ആവാത്തത് കൊണ്ടായിരിക്കാം. കാരണം ഇതിനേക്കാൾ ഒരു പടി മുകളിലാണ് ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും. സോ മേ ബി അതുകൊണ്ടായിരിക്കാം. ബട്ട് നൈസ് ട്രൈ അല്ലേ. നല്ല സിനിമ കാണാൻ പോണ ഒട്ടുമിക്ക ആൾക്കാരും കമൽ സാറിന്റെ ഒരു പടം എന്നുള്ള രീതിയിലാവും വരാം. പക്ഷെ ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ വെറ്ററൻ ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് പിന്നെ ഇതിൽ ബോൾഡ് സീനിനെ കുറിച്ചൊക്കെ കുറെ പേര് ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കുന്നത് കണ്ടു. ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ബോൾഡ് സീൻസ് ഒക്കെ ഇതിനകത്ത് വേണം. ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ല, അത് അങ്ങനെ കാണിച്ചേ പറ്റൂ. ഈ കഥേന്റെ ലൈനിൽ അത് കാണിക്കണം. ഈ കഥയിൽ അതെങ്കിലും കാണിച്ചിട്ടില്ല. പിന്നെ ഈ കഥ അപ്പൊ കൃത്യമായിട്ട് അത് കാണിക്കണം. അത് കാണിക്കേണ്ടത് തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അതാണ് സിനിമേന്റെ സാധനം. അതെ, കോർ സാധനങ്ങൾ അതാണ്. അപ്പം അത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്കാണെങ്കിലും ജിത്തുവായിക്കാണെങ്കിലും നമുക്ക് മനസ്സിലായടേ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. അത് എനിക്ക് തോന്നുന്നു ആ തിയേറ്ററിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ ഒരു ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമ്മള് എന്താ പറയാ കൺവിൻസിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഊഹിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ സിനിമ കണ്ടിട്ട് ഒരാൾക്ക് കണക്ട് ആവില്ല. സിനിമ കണ്ടൊരു ഇമ്പാക്ട്, അതായത് ഇപ്പം ഞാൻ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് തോന്നേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു നമ്മളെ ചുറ്റുപാടുള്ള സ്ത്രീകളെ നമ്മളിപ്പോ കമ്പയർ ചെയ്യില്ല. നമ്മള് മമ്മൂക്കന്റെ പടം കണ്ടൊക്കെ ഇറങ്ങി വരുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നലുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങള്. കാതൽ കണ്ടിറങ്ങിയപ്പോ നമുക്കൊരു തോന്നല് വന്നിരുന്നു. അതായത് ഒരു സെൽഫ് ആയിട്ട് ഇനി എന്തെങ്കിലും നമുക്ക് തന്നെ ഇത് ഉണ്ടെങ്കിൽ അത് സെൽഫ് കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇതിനകത്ത് നമ്മുടെ തലയിൽ ഒന്നും നിൽക്കൂല. കാരണം സിനിമയെ അടച്ചാക്ഷേപിക്കുന്ന രീതി ഞാൻ സംസാരിക്കില്ല. എന്നാലും ഞാൻ പറയാം, ഈ സിനിമ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചതാണ്. എന്ത് ടോപ്പിക്കിലാണോ സംസാരിച്ചത് വളരെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ഈ സിനിമ കൊണ്ട് ആ ഒരു ഇമ്പാക്ട് ഒന്നും വരില്ല. മേ ബി ഇത് റിവേഴ്സ് അടിക്കും, തിരിച്ചടിക്കും ഈ സാധനം. കാരണം തിരിച്ചടിക്കും എന്ന് പറയാൻ കാരണം ഇതിനകത്തുള്ള ചില രംഗങ്ങളൊന്നും നമുക്ക് ഒട്ടും റിയൽ ലൈഫിൽ ഇത് റിയൽ ലൈഫിൽ നടക്കുന്ന സംഗതിയാണ്. ഞാൻ അതുകൊണ്ടോ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഞാനിത് റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ തന്നെ കാരണം ഇത് റിയൽ ലൈഫിൽ ഉള്ള സംഗതി ഉള്ള ക്യാരക്ടറൊക്കെ ആയിട്ടാണ് ഈ സാധനം മുന്നോട്ട് പോണത്. അവിടെയൊക്കെ നമ്മുടെ നിയമമൊക്കെ നോക്കൂത്തിയായ ഒരു സംഗതി അത് ശരിക്കും ഒരു റോങ് തിങ് ആണ് കൊടുക്കുന്നത്. അതായത് നിയമത്തിന് തീരെ വിലയില്ലാത്ത രീതിയിൽ ഇപ്പൊ നമ്മള് വീഡിയോ പലരും പറയുമല്ലോ സോഷ്യൽ മീഡിയ ആണോ കോടതി, നീയൊക്കെയാണോ മറ്റേ ജഡ്ജ് എന്നൊക്കെ ചോദിക്കും. കംപ്ലീറ്റ്ലി അത് അങ്ങനെ എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ ഒരു സംഗതി മാറിപ്പോയ പോലെ എനിക്ക് പേഴ്സണലി ഇത് ശരിക്കും ആ ഒരു കോർണറിലാണ് കൊണ്ടെത്തിച്ചത് സോഷ്യൽ മീഡിയ. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമ്മളടക്കമുള്ള ആൾക്കാരാവും പറയേണ്ടാവും. എന്നാലും പറയാം അവരാണ് എൻഡ് എന്നുള്ള രീതിയിലാണ് സിനിമ കൊണ്ടിരിക്കുന്നത്. MLA, മന്ത്രി എല്ലാവരും പോലീസുകാർ എല്ലാവരും മാറിയേക്കുക. സോ ബേസിക്കലി വാട്ട് ഐ എക്സ്പെക്ട് ഫ്രം എ കമൽ മൂവി, അതിന്റെ ഒരു ലാഞ്ചനകൾ കണ്ടു കമൽ മൂവി എന്നുള്ളതിന്റെ അത്ര മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇറ്റ്സ് എ ട്രൈ അല്ലേ. ഇറ്റ്സ് എ ട്രൈ. പെർഫോമൻസുകളിലൊന്നും പറയാല്ല, എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. ഷൈൻ ടോം നന്നായിട്ട് പെർഫോം ചെയ്തു. സ്വാസിക ഒരു സീന് ബെഡ്റൂം സീന് കിടലായിട്ട് പെർഫോം ചെയ്തു. ലേഡീസും ഗ്രേസ് ആന്റണി നന്നായിട്ട് അടുക്കളയിലെ സീന് ഗ്രേസും നന്നായി പെർഫോം ചെയ്തു.
ജോണി ആന്റണി പിന്നെ പറയണ്ട, അങ്ങനെ ആദ്യത്തെ പട്ടി സീൻ തന്നെ കിട്ടില്ല, രസമുണ്ടായിരുന്നു. അത് അടിപൊളി. അതെ, അങ്ങനെ 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 കുറച്ചധികം പെർഫോമൻസ്. മഞ്ജുപിള്ള ആ ലാസ്റ്റ് ടൈലൻഡിൽ ഒരു ഇത്ര സമയത്താണ് വരുന്നത്, പക്ഷെ നമ്മൾ ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ നിൽക്കുന്ന ഒരു കിടനായിട്ട് പെർഫോം ചെയ്തു. പിന്നെ മാലാപർവതി നന്നായിട്ട് പെർഫോം ചെയ്തു അല്ലേ. മെറീനി നന്നായിട്ട് മോശമൊന്നുമില്ല. മെറീന എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഓവറാക്കിയിട്ടില്ല. മറ്റേ നമ്മൾ സാധാരണ എല്ലാ സിനിമയിലും സ്ഥിരം പരിപാടി അത് വളരെ മാന്യമായിട്ടുള്ള കാര്യമായിട്ട് ചെയ്തു. അതെ. പിന്നെ ഇതിൽ എനിക്ക് ഒരു തരത്തിൽ എനിക്ക് ഇങ്ങോട്ട് കിട്ടാതെ പോയൊരു സാധനം എന്ന് വെച്ചാൽ മെറീന ഷൈൻ ടോമിനോട് പറയുന്ന ഡയലോഗ് ഉണ്ട്, നിന്നെ ഞാൻ ഇനി കാണും എന്നുള്ളത്. പക്ഷെ അത് ആ സിനിമയിൽ എവിടെയായിരുന്നു? ആ സീൻ കാണിച്ചു. നിന്നെ ഞാൻ ഇനി കാണുന്നുണ്ട്. ആ ബസ്സിൽ വരുന്ന സമയത്ത് ഫോൺ ചെയ്യുമ്പോൾ നമ്മളിനി കാണും, അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിനി കാണും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് ആര് പറഞ്ഞില്ലല്ലോ. അത് അല്ല, ഗ്രേസ് ആണോ മെറീന? എനിക്കതൊന്നും കറക്റ്റായില്ല. ഗ്രേസ് മെറീനക്ക് ഫോൺ എടുത്തപ്പോ മെറീന പക്ഷെ അത് നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല, പക്ഷെ നമ്മളിനി കാണും എന്ന് പറഞ്ഞു. സാർ അങ്ങനെ മൈന്യൂട്ട് സാധനങ്ങളുണ്ടല്ലോ, അതായത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സീൻ എവിടെയായിരുന്നു എന്ന് വിചാരിക്കില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അത് കുറച്ച് സംഗതികൾ ഇങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. അതൊന്നും കണക്ട് ആവാത്തോണ്ട് കേട്ടോ പറഞ്ഞത്, അത് വേറെ ഒന്നുമില്ല. എന്താണെങ്കിലും നമ്മള് 30 സെക്കൻഡ് അതെ, അതൊക്കെ രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കുറെ നമ്മുടെ ഇതല്ലേ എന്താ മറ്റേ ടീം ന്യൂസ് ചാനലുകൾ, അതെ, കുറെ പേർക്ക് ഇവര് ട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബസ്സിലുണ്ടായ ഇൻസിഡന്റ് ചെറിയൊരു അതെ തട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ വന്നപ്പോ എനിക്ക് ഒട്ടും മനസ്സിലായില്ല എന്തിനാണ് ആ ഒരു ക്ലൈമാക്സ് കൊടുത്തതെന്ന്. അന്ന് നമ്മൾ സ്പോയിലർ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ക്ലൈമാക്സ് എന്തിനാന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. അതിലേക്ക് കൊടുന്ന് എത്തിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം അതിന്റെ ആവശ്യമില്ല. അപ്പൊ ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറലായോന്ന് നാട്ടുകാർ പറയണം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ തിയേറ്ററിൽ കയറി കാണുക. കാരണം ഷൈൻ ടോം ചാക്കോന്റെ അല്ലേ കുറച്ചൊരു ഇതിങ്ങനെ ചാടിക്കളി രസമാണ്, പെർഫോമൻസ് ഉണ്ട്. അതെ. പിന്നെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇത് വളരെ കൺവിൻസിങ് ആവും. കാരണം ഈ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല, കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ട് ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് അവർക്ക് ഓക്കെ ആയിട്ട് തോന്നാം. പിന്നെ സൊസൈറ്റിയിൽ പിന്നെ ഉണ്ടടേ ഇങ്ങനെ കുറെ ലേഹ്യം, അത് ഞാൻ പറയണില്ല, നമ്മള് പറയണില്ല. കാരണം കൂടിയാണ് സത്യം പറഞ്ഞത്. അത് നമുക്ക് ചിലപ്പോൾ രസമായി തോന്നും അത് കാണും. അതായത് ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലേഹ്യവും പൊടിയും ചോറിനൊക്കെ തന്നെയാണ് ഇതിന്റെ. അതെ, അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകാത്തത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് എന്താന്ന് പറഞ്ഞാൽ എന്താണ് ഷൈൻ ടോം ചാക്കോന്റെ ക്യാരക്ടർ, ആ സസ്പെൻസ് നമ്മൾ പൊട്ടിക്കുന്നില്ല. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ടൈം കിട്ടുന്നവര് എത്രയും പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററിൽ കയറിയിട്ട് പോയി കാണാം ഒരു കമൽ മൂവി ഷൈൻ ടോം ചാക്കോ കണ്ടാലേ ഷൈനിങ് സ്റ്റാർ, പുതിയ പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷൈൻ ടോം ചാക്കോ, ഷൈനിങ് സ്റ്റാർ ഷൈൻ ടോം ചാക്കോ 100ാമത്തെ സിനിമ അല്ലേ. അത് കൺഗ്രാചുലേഷൻസ് കേട്ടോ, കാരണം 100 സിനിമ ചെയ്തടേ അങ്ങേര്. എന്ത് പറഞ്ഞല്ലേ, അത് ഏതൊക്കെ ഭാഷയില്? മലയാളത്തിൽ മാത്രമല്ല, അങ്ങനെ തെലുങ്കും അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട്. എന്താണെങ്കിലും ഹിന്ദിയിലും വേണമെങ്കിൽ ഹോളിവുഡ് സിനിമ, അയാൾക്ക് ഒരു ഹോളിവുഡ് സിനിമ ഇതൊക്കെ മാത്രമല്ല, അയാളൊക്കെ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയ ആളാണ്. അല്ല പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച് വന്ന ഒരാളല്ലോ അയാള്. ഹോളിവുഡ് സ്റ്റഫ് ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരു ലുക്കൊക്കെ ഉണ്ടായില്ലേ അല്ലേ, അയാൾക്ക് ഒരു ലുക്കൊക്കെ ഉണ്ടായില്ലേ, അടിപൊളിയാണ്. അയാൾക്ക് ഒരു സംഗതി ഉണ്ടായി. ഹുഡിയൊക്കെ ഇട്ടിട്ട് മഞ്ഞ കണ്ണടയൊക്കെ വെച്ച് ഞാൻ പോസ്റ്റ് കണ്ടിരുന്നു, ഒരു ഗ്രേ ഹുഡിയൊക്കെ ഇട്ടിട്ട്. ഡ്രസ്സിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ ഒരു സാധനം ഉണ്ടായിക്ക്. അപ്പോ അടുത്തൊരു സിനിമ അല്ലേ, അടുത്ത ആഴ്ച വേറെ സിനിമകൾ വരുമ്പോ ഈ ആഴ്ച ഇതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടിപ്പടക്കം കുറെ വരാണ്ട്, പടങ്ങളുണ്ട്, വരാണ്ട്.